സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. 4 ആഴ്ച കൂടിയേ ഉള്ളൂ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആ ഒറ്റക്കൊടുക്കലിൻ്റെ സ്മരണ ദിനമെത്താൻ. അതിനു മുമ്പേ സീറോ മലബാർ സഭാവിശ്വാസികളെ ആകെ നടുക്കുന്ന മറ്റൊരു ഒറ്റക്കൊടുക്കൽ നടന്നിരിക്കുന്നു. മാർപ്പാപ്പയുടെ അധികാരത്തെ ചില അൽമായ പ്രതിനിധികൾ പരസ്യമായി വെല്ലുവിളിച്ച സംഭവം. കർദിനാൾമാരുടെ കോലം കത്തിക്കൽ വിശ്വസിക്കാൻ കഴിയുന്നില്ല മിക്കവർക്കും, ഒരു പക്ഷേ സഭയ്ക്ക് പുറത്തുള്ളവർക്ക് പോലും. സഭാധികാരത്തോടുള്ള ധിക്കാരം എന്നല്ലാതെ ഇതിന് മറ്റൊരു വ്യാഖ്യാനമില്ല. മാർപ്പാപ്പയെ പോലും അനുസരിക്കില്ല എന്ന പ്രഖ്യാപനം സീറോ മലബാർ സഭാതലവന്റെ മാത്രമല്ല, മാർപ്പാപ്പയുടെ പ്രതിനിധി കർദിനാൾ ലയനാർദോ സാന്ദ്രയുടെ കൂടി കോലം ചമച്ചാണ് എറണാകുളത്തെ കരങ്ങൾ കൊള്ളികൊളുത്തിയത്. പൗരസ്ത്യ സഭകൾക്കായുള്ള തിരുസംഘത്തിന്റെ തലവനാണ് അദ്ദേഹം. അതാണ് അദ്ദേഹത്തോടുള്ള വിദ്വേഷത്തിന് കാരണം. റോം അടക്കം സഭാധികാര പീഠങ്ങളോട് ഇതിൽ പരം നിന്ദനവും അവഹേളനവും കാട്ടാനില്ല. എത്ര നിസ്സാരമായാണ് പശ്ചാത്താപിച്ചില്ലെങ്കിൽ തലമുറകളെ കൂടി ശബ്ദരാക്കുന്ന ഈ മാരകാവസ്ഥയിലേക്ക് അവർ കാലെടുത്തു വെച്ചത്. ആത്മാക്കളെ വിധിക്കുന്നത് നമ്മളല്ല, പക്ഷേ ഈ പ്രവൃത്തികളെ പരസ്യമായും ആസൂത്രിതമായും ചെയ്ത കൃത്യങ്ങളെ വിസ്തരണം ചെയ്യാതെ നിവൃത്തിയില്ല. ഇത് യാദൃശ്ചികമല്ല, പെട്ടെന്നുള്ള പ്രഖ്യാപനമോ വൈകാരികമായ അബദ്ധമോ അല്ല. നെടുനാളായി തുടർന്നു പോകുന്ന തെറ്റിന്റെ ഉച്ചകോടി, എല്ലാവിധ സഹതാപവും നഷ്ടപ്പെടുത്തുന്ന കടുത്ത പിഴ. സിനഡ് നിശ്ചയിച്ച കുർബാന ക്രമത്തോട് ചിലർക്കുള്ള വിയോജിപ്പ് മനുഷ്യ സഹജവും സ്വാഭാവികവും എന്നേ ആരും കരുതിയുള്ളൂ. അന്തിമ നില അനുസരണം തന്നെയാകുമെന്നും പ്രതീക്ഷിച്ചു. വിയോജിച്ചവർ തങ്ങളുടെ എതിർപ്പ് മാർപ്പാപ്പയുടെ പക്കൽ ബോധിപ്പിക്കുമ്പോൾ അതിലെല്ലാവരും മനസ്സിലാക്കിയ സന്ദേശമുണ്ടായിരുന്നു. അവർ സിനഡിനെ അംഗീകരിക്കുന്നില്ല, മാർപ്പാപ്പയെ മാത്രമേ അംഗീകരിക്കൂ, അഥവാ മാർപ്പാപ്പയെ അംഗീകരിക്കുമെന്ന് അവർ തന്നെ ധ്വനിപ്പിച്ച സന്ദേശമാണിത്. അനുസരണക്കേടിൻ്റെയും അച്ചടക്ക ലംഘനത്തിൻ്റെയും അരൂപി കാട്ടിയ നാട്യം മാത്രമായിരുന്നു അതെന്ന് 4 ദിവസം മുമ്പത്തെ സംഭവം തോന്നിക്കുന്നു. സിനഡിന്റെ കുർബാനക്രമം പിന്തുടരാൻ മാർപ്പാപ്പയുടെ ആവർത്തിച്ചുള്ള ഉത്തരവ് വന്നപ്പോൾ പുറത്തായത് വിയോജിപ്പിൻ്റെയല്ല, തികഞ്ഞ ധിക്കാരത്തിന്റെ നിറം. സിനഡിനെ മാത്രമല്ല, മാർപ്പാപ്പയെയും അനുസരിക്കില്ല, ആര് പറഞ്ഞാലും അനുസരിക്കില്ല എന്ന്. സഭയും മാർപ്പാപ്പയും ഒന്നുമല്ല, സ്വന്തം ഇഷ്ടവും ഭാവവും മാത്രമാണ് അവർക്ക് വലുതെന്ന്. അവരുടെ നടപടി കണ്ട് സഭാ സമൂഹത്തിലെ സകലരും ഞെട്ടിത്തരിച്ചു പോയിരിക്കുന്നു. ഈ ദുർമാതൃകയെ നിസ്സാരീകരിക്കുന്നത് കുട്ടികൾ മുതൽ വയോധികർ വരെ വിശ്വാസികൾ ആർക്കും ഉൾക്കൊള്ളാനാകുന്നില്ല. തങ്ങളെ ദ്രോഹിക്കുന്ന ആരോടും 70 വട്ടമോ അതിലേറെയോ ക്ഷമിക്കാൻ കർദിനാൾ മാർ ആലഞ്ചേരി പിതാവിനും മറ്റു പിതാക്കന്മാർക്കും അവകാശമുണ്ട്. യേശു പഠിപ്പിച്ച ക്രമത്തിൽ അവരത് ആഗ്രഹിക്കുന്നുമുണ്ടാകാം. എന്നാൽ ആത്മീയ മക്കൾക്കടുത്ത എല്ലാ ആദരവോടും കൂടെ പറയട്ടെ, കർദിനാൾമാരുടെ കോലം കത്തിച്ച കാര്യത്തിൽ ആ അവകാശത്തിനും ആഗ്രഹത്തിനും പ്രസക്തിയുണ്ടെന്ന് വിശ്വാസികളുടെ ഗണം കരുതുന്നില്ല. കാരണം ഇത് വ്യക്തിപരമായ പൊറുക്കലിന്റെ വിഷയമോ വ്യക്തിപരമായ ദ്രോഹമോ അല്ല. മാർപ്പാപ്പയുടെ പ്രതിനിധിയോടും സീറോ മലബാർ സഭയുടെ തലവനോടും അതുവഴി മാർപ്പാപ്പയോടും തിരുസഭയുടെ അധികാരത്തോടും തന്നെ കാട്ടിയ ധിക്കാരം ഇവിടെ ആർക്കെങ്കിലും ക്ഷമിച്ചു തള്ളാവുന്നതാണോ? അവഗണിക്കാവുന്ന പിശകാണോ? ഇത്തരം ദുർമാതൃകൾ നിസ്സാരമാക്കി വിശ്വാസികളിൽ ചെറിയവരെയെങ്കിലും ഇടർച്ചയിൽ വീഴ്ത്താൻ ആർക്കും അനുവാദമില്ലല്ലോ. സിനഡ് തീരുമാനത്തോട് വിയോജിച്ചവരെ എത്ര ക്ഷമയോടെയാണ് സഭാ നേതൃത്വം കാത്തിരുന്നത്. സഭാംഗങ്ങൾക്ക് ചേരാത്ത മാർഗങ്ങളിലൂടെ ചിലർ സിനഡിനെ എതിരിട്ടതും തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിച്ചതും കണക്കിലെടുത്തില്ല. ആരെയും തള്ളി പറയാതെ തിരിച്ചെത്തുന്ന നിമിഷത്തിനായി വാതിൽ തുറന്ന് കാത്തിരിക്കുകയായിരുന്നില്ലേ സഭാ നേതൃത്വം? എതിർത്തവരെ സ്വന്തം നിലയ്ക്ക് നേരിട്ടവർക്ക് വാക്കോ മൗനമോ കൊണ്ടുപോലും പ്രോത്സാഹനമാകാതിരിക്കാൻ ആലഞ്ചേരി പിതാവ് അടക്കമുള്ളവർ പാലിച്ച ജാഗ്രതയും സംയമനവും മനസ്സിലാക്കാത്തവരില്ല. പലരും തിരിച്ചു വന്നു. ആ ചിലർ മാത്രം എല്ലാ പ്രതീക്ഷകളെയും വഞ്ചിച്ചു. മാർപ്പാപ്പയുടെ വ്യക്തമായ ഉത്തരവ് പോലും അനുസരിക്കാൻ കഴിയാത്ത വിധം വിദ്വേഷത്തിന്റെ വേര് വളർന്ന് അവർ കെണിയിൽ അകപ്പെട്ടു പോയി.
അനുസരണത്തിന്റെ ചരടിയിൽ കോർക്കപ്പെട്ട സഭാ ശരീരത്തിൽ നിന്ന് തങ്ങളുടെ പ്രവൃത്തിയാൽ അവർ സ്വയം വേർപ്പെടുത്തിയിരിക്കുകയല്ലേ? തക്കതായ അനുരഞ്ജന നടപടികളിലൂടെയല്ലാതെ ആ സ്വയം അടർത്തലിന് പരിഹാരമില്ലല്ലോ. അത് ചെയ്യാതെ വീണ്ടും അവർക്ക് ഒട്ടിച്ചേരാനാകുകയുമില്ല. അത് സംഭവിക്കുന്നത് വരെ ഈ അവയവങ്ങൾ സ്വയം അടർന്നിരിക്കുന്നു എന്ന സത്യം വിശ്വാസികളോട് പ്രഖ്യാപിക്കാനുള്ള സഭാ നേതൃത്വത്തിന്റെ തീരുമാനം തീർത്തും ഉചിതമാണ്, അനിവാര്യവുമാണ്. സ്വയം അടർത്തി മാറ്റിയവരുടെ ആധ്യാത്മിക നഷ്ടം വിശ്വാസികൾ തിരിച്ചറിയാൻ അത് കൂടിയേ കഴിയൂ. ആ നിർജീവാവസ്ഥയിൽ പങ്കുചേരാനുള്ള പ്രലോഭനമോ ഇടർച്ചയോ ചെറിയവർക്കു കൂടി ഉണ്ടാകാതിരിക്കാനും അത് ആവശ്യം. ധിക്കാരത്തിന്റെ തുടക്കത്തിൽ തന്നെ അവരുടെ തലയ്ക്കുമേലെ മട്ടാഞ്ചേരിയിലെ പഴയൊരു ആലാത്തിന്റെ കുറും ചിത്രം ദർശിച്ചവർക്ക് തെറ്റുപറ്റിയില്ല. ദുരാത്മാവിന് തങ്ങളുടെ ഹൃദയത്തിൽ ഇടം കൊടുത്തവർ ആ ദുഷ്ടശക്തിയുടെ വഴിയെ തന്നെയാണ് ഓരോ പദവും വെച്ചത്. ഒടുവിൽ അതവരെ കൊടും തെറ്റിലേക്ക് തള്ളി വീഴ്ത്തി. ഈ പതനം മറ്റാരെയെങ്കിലും ഇപ്പോൾ ചിന്തിപ്പിക്കുന്നുണ്ടാകുമോ? അവരുടെ പതനത്തിന് തങ്ങളും കാരണക്കാരാണെന്ന ദുഃഖമോ കുറ്റബോധമോ തോന്നുന്ന വല്ലവരും ഉണ്ടോ? അവർക്കൊപ്പമോ അവർക്ക് മേലെയോ ഉള്ള ആരെങ്കിലും? നിശ്ചയമായും ഉണ്ടാകേണ്ടതാണ്. കാരണം കോലം കത്തിച്ചവരിൽ മാത്രമായി ഒതുങ്ങുന്നതല്ലല്ലോ എതിർപ്പിന്റെ അരൂപി. ഒരുപക്ഷെ കോലം കത്തിച്ചവരെ അറിഞ്ഞോ അറിയാതെയോ ധൈര്യപ്പെടുത്തിയവർ പോലും കാണില്ലേ? ആ സഹോദരങ്ങളെ കുറിച്ച് അവരിപ്പോൾ ദുഃഖിക്കുന്നെങ്കിൽ ഇതവർക്കുള്ള അവസരമാകട്ടെ, തിരുത്താനുള്ള അവസരം. സഭാ സമൂഹത്തെയാകെ ഞെട്ടിത്തെറിപ്പിച്ച ഈ സംഭവ വികാസങ്ങൾക്ക് മുമ്പിൽ സഹോദരങ്ങളെയും നമ്മെ തന്നെയും ഏശയ്യായുടെ പുസ്തകം അധ്യായം 2 ഒരു വചനം ഓർമ്മിപ്പിക്കാം. കർത്താവിന് ഒരു ദിനമുണ്ട്, അഹന്തയും ഉന്നത ഭാവവുമുള്ള എല്ലാറ്റിനും എതിരായ ദിനം. ആ ദിനം നാം ആരെയും പ്രഹരിക്കാൻ ഇടവരാത്ത വണ്ണം നിലപാടുകളിൽ എളിമയും അനുസരണവും എതിർപ്പിന്റെ അരൂപിക്കെതിരെ നമ്മുടെ എല്ലാം ശൈലിയാകട്ടെ. എത്ര പെട്ടെന്നാണ് കാലം ചക്രം തിരിച്ചത്. ക്രൈസ്തവരെ ആക്ഷേപിക്കാൻ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കൂട്ടുപിടിച്ചവർക്ക് ഹൈന്ദവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം തടയണമത്രേ. രാജ്യമാകെ പടരുന്ന ദ കാശ്മീർ ഫയൽസ് എന്ന സിനിമ അവരെ അത്ര കണ്ട് വിരളി പിടിപ്പിച്ചോ? മതത്തിന്റെ പേരിൽ അണിഞ്ഞിരുന്ന മൂടുപടം തനിയെ അഴിഞ്ഞു വീഴുമ്പോൾ വിരളി സ്വാഭാവികം. 1989-90 കാലത്ത് ഖിലാഫത്ത് വാഴ്ച സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ച കാശ്മീരിന്റെ രാഷ്ട്രീയ സാംസ്കാരിക ക്രമം ഇസ്ലാമീകരിക്കാൻ തീവ്രവാദ വിഭാഗങ്ങൾ നടത്തിയ അതിക്രമങ്ങളാണ് സിനിമയിലെ ഇസ്ലാമിസ്റ്റ് ദുഷ്ടതയുടെ കഥാബീജം. ഈ ആക്രമണത്തിൽ കാശ്മീർ താഴ്വരയിൽ നിന്നും കാശ്മീർ പണ്ഡിറ്റുകളുടെ അഥവാ ഹിന്ദുക്കളുടെ കൂട്ടപാലായനം സംഭവിച്ചു എന്നാണ് ഔദ്യോഗിക ഭംഗിവാക്ക്. എന്നാൽ ഇത് കേവലം കൂട്ടപാലായനമല്ല, കൂട്ടക്കുരുതിയുടെയും മാനഭംഗ പാതകങ്ങളുടെയും പീഡനങ്ങളുടെയും ദുഷ്ടചരിത്രമാണെന്ന സത്യമാണ് സിനിമ വിളിച്ചു പറയുന്നത്. ആരൊക്കെയോ ഭംഗിവാക്ക് കൊണ്ട് വെള്ളയടിക്കാൻ ശ്രമിച്ച ക്രൂരതകളെ, ഖിലാഫത്ത് ദുർമോഹികളുടെ കൊടും പാതകങ്ങളെ സിനിമ അത്രയ്ക്ക് തുറന്നു കാട്ടുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. അത് ലോകം ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു, വൈകാരികതയോടെ അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ലജ്ജയിൽ മുങ്ങിത്താഴുന്നവരുടെയും തങ്ങളുടെ ലക്ഷ്യം സാധിക്കില്ലെന്ന് തിരിച്ചറിയുന്നവരുടെയും നൈരാശ്യവും കോപവും ആർക്കും മനസ്സിലാകും. സമൂഹ മാധ്യമത്തിൽ തുറന്നു കാട്ടപ്പെട്ടതിന്റെ പരിഭ്രാന്തിയും പാകിസ്ഥാനോട് കൂറുചേർന്ന് കൊടിയ വഞ്ചന നടത്തിയുന്നവരാണ് കാശ്മീരി ഇസ്ലാമിസ്റ്റുകൾ. സൈനിക നടപടിയിൽ തങ്ങളുടെ മതക്കാർ മാത്രമാണ് അവിടെ ഇരയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് സർവ്വവാധാന്യങ്ങളുടെയും ഇത്രയും കാലം അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്. അകത്ത് കാശ്മീരി പണ്ഡിറ്റുകളുടെ കഴുത്തിൽ ചവിട്ടുമ്പോഴും നെഞ്ചു തുളയ്ക്കുമ്പോഴും ജനാലയ്ക്കിൽ നിന്ന് തങ്ങളെ കൊല്ലുന്നു എന്ന് മുറവിളി കൂട്ടുന്ന കാപട്യം അവരെന്തിനാണ് കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകൾ പിന്തുണയ്ക്കുന്നത്? അതാണ് തീവ്ര മതവാദികളുടെ ആഗോള ഐക്യദാർഢ്യം. അത്തരക്കാർക്ക് കേരളമില്ല, ഇന്ത്യയില്ല, ആഗോള മത തീവ്രവാദ സാഹോദര്യം മാത്രം. സിനിമ പുറത്തിറങ്ങിയപ്പോൾ ഈ സാഹോദര്യമാണ് ഇവിടുത്തെയും ചിലരെ കോപിഷ്ഠരാക്കിയത്. സിനിമ ഇവിടെ പാടില്ല പോലും.
ക്രൈസ്തവർ ആക്ഷേപിക്കുന്ന സിനിമകൾക്കെതിരെ പ്രതിഷേധവും ദുഃഖവും പുറത്തു വന്നപ്പോഴൊക്കെ പരിഹസിച്ചവർ അങ്ങകലെ കാശ്മീരിലെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ തുറന്നു കാട്ടപ്പെട്ടപ്പോൾ ഇവിടെയുള്ളവർക്കും കുത്തിയിരിക്കാൻ പറ്റാത്ത അവസ്ഥ. സിനിമയെ സിനിമയായി കണ്ടാൽ മതിയെന്ന് പറഞ്ഞവർ ആ ന്യായം ഭേദഗതി ചെയ്തു. അവർക്ക് ദി കാശ്മീർ ഫയൽസ് എന്ന സിനിമയെ സിനിമയായി കാണാൻ കഴിയുന്നില്ല. അത് നിരോധിക്കണം, ബഹിഷ്കരിക്കണം, തിയേറ്ററുകൾ അവ പ്രദർശിപ്പിക്കരുത്. എന്തൊക്കെയായിരുന്നു കോലാഹലങ്ങൾ! ഒന്നും വില പോയില്ല. തങ്ങളുടെ മതവെറി ഗർജിച്ചാൽ കേരള നാട് നടുങ്ങുമെന്ന് ഭയപ്പെടുത്തുന്നവർ കാശ്മീർ ഫയൽസിന് ലഭിക്കുന്ന സ്വീകാര്യവും അവസരങ്ങളും കണ്ട് മാളങ്ങളിൽ ഒതുങ്ങേണ്ടി വരുന്നു. ഇങ്ങനെയൊരു ചിത്രം ഉണ്ടാകാതിരിക്കാൻ ദാവൂദ് ഇബ്രാഹിമിന്റെ മുതൽ ഭീഷണി, പറയാൻ ഉറച്ച സത്യം വെളിപ്പെടുത്തുമെന്ന നിശ്ചയദാർഢ്യത്തോടെ സിനിമ തയ്യാറാക്കിയവർക്ക് പിന്നെയും ഭീഷണി. സിനിമയുടെ പ്രദർശനം നടത്താതിരിക്കാൻ അതും വില പോകുന്നില്ല. സമാധാന അന്തരീക്ഷം തകർക്കുന്ന സിനിമ എന്നവർ പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ഒന്നു മാത്രം: സമാധാനം അവരുടെ ഔദാര്യമാണെന്ന്. അവരെ പ്രീണിപ്പിച്ചും ഗൂഢമത ലക്ഷ്യങ്ങൾ അംഗീകരിച്ചും നിന്നാൽ അവർ സമാധാനം പാലിക്കും, ഇല്ലെങ്കിൽ അവർ സമാധാന അന്തരീക്ഷം തകർക്കുമെന്ന്. 1993 നവോദയ അപ്പച്ചന്റെ ബൈബിൾ പരമ്പര പ്രദർശിപ്പിച്ചുകൂടെന്ന് ഇതേ ജമ്മു കാശ്മീരിലെ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ ഭീഷണിപ്പെടുത്തിയപ്പോൾ വഴങ്ങിയ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കാലമല്ല ഇത്. അതേ ഭീഷണിയുമായി മതവാദികൾ രാജ്യത്തെ ഭൂരിപക്ഷ സമൂഹത്തിൽപ്പെട്ടവരുടെ കാര്യത്തിൽ ഇടപെട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ടാകും. ദി കാശ്മീർ ഫയൽസ് എന്ന സിനിമ യാഥാർത്ഥ്യമായെന്ന് മാത്രമല്ല, അത് ലോകം കാണുന്നുവെന്ന് ഉറപ്പുമായി. ഏത് മതമുഷ്കരത്വം എതിർത്താലും സിനിമയ്ക്ക് പരമാവധി ഓട്ടമുറപ്പിക്കാൻ നിശ്ചയദാർഢ്യമുള്ളവർ കേരളത്തിലും ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞു. പഴയ കാശ്മീർ പോലെ കേരളവും തങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണെന്ന ധാരണയാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക്. പക്ഷേ ഇവിടുത്തെ ആർക്കും കാശ്മീരി പണ്ഡിറ്റുകളെ കുരുതി ചെയ്ത ഇസ്ലാമിസ്റ്റ് ഭീകരതയെ വെള്ളപൂശാൻ കഴിയില്ല. ഒറ്റപ്പെട്ട ശ്രമങ്ങൾക്ക് തക്ക മറുപടി ലഭിച്ചും കഴിഞ്ഞു. കാശ്മീരി ഫയൽസിനെ ഇവിടെ എതിർക്കുന്നവരുടെ ആസൂത്രണത്തിൽ തന്നെ ക്രൈസ്തവരെ അധിക്ഷേപിക്കുന്ന എത്ര സിനിമകളാണ് സമീപ വർഷങ്ങളിൽ നിർമ്മിക്കപ്പെട്ടത്. എന്നിട്ടും അതേക്കുറിച്ച് പ്രതിഷേധമുയർന്നത് അടുത്ത കാലത്തു മാത്രം. അതും തീവ്ര ഇസ്ലാമിസ്റ്റ് ഉന്നങ്ങളുള്ളവർ ഒളി അജണ്ടകളും പ്രചാരണങ്ങളും വഴി ക്രൈസ്തവികതയെയും ക്രൈസ്തവ സമൂഹത്തെയും കടന്നാക്രമിക്കുന്നു എന്നായപ്പോൾ ആ സിനിമകളെ ഹാ ഹാ എന്ന് ആർപ്പ് വിളിച്ച് സ്വീകരിച്ചവർക്ക് ക്രൈസ്തവർ നാവുകൊണ്ടു മാത്രം പ്രതിഷേധിച്ചപ്പോൾ പോലും അസഹിഷ്ണുത. ഇതാണ് തീവ്ര മതവാദികളുടെ നിയമവും നീതിയും. തങ്ങൾക്ക് എന്തുമാകാം, മറ്റാർക്കും, ഈ രാജ്യത്തെ ഭൂരിപക്ഷ മതക്കാർക്ക് പോലും ഇന്ത്യയുടെ മണ്ണിൽ സ്വതന്ത്രമായി ഒന്നും പാടില്ല. ക്രൈസ്തവ വിരുദ്ധ സിനിമകളുടെ നിരയിൽ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയത് പണമേറെ സമ്പാദിച്ചു. ദൈവവൈരിയായ മാമോന്റെ ഉപാസകർക്ക് ലഭിക്കുന്ന നേട്ടം തന്നെയോ അത്. ക്രൈസ്തവരെ ആക്ഷേപകരായി ചിത്രീകരിക്കുന്നെന്ന് ഭീഷ്മ സിനിമയെക്കുറിച്ച് ക്രൈസ്തവ മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ, അതേക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയപ്പോൾ അതിനെ പരിഹസിക്കാൻ വരെ ചിലർക്ക് ആവേശം. ട്രോളുമായി രംഗത്തിറങ്ങിയവരും ഉണ്ടായി. പ്രതിഷേധങ്ങളെയും ദുഃഖപ്രകടനങ്ങളെയും അവമതിച്ച് മുന്നോട്ട് പോയവർക്കും വില കുറഞ്ഞ ക്രൈസ്തവ വിരുദ്ധ കോമാളിത്തങ്ങളും വിടുവായ്ത്തങ്ങളും തമാശകൾ എന്ന നിലയിൽ ലേഖിച്ചവർക്കും ഒന്നിലും ദഹനക്കേടുണ്ടായില്ല. എന്നാൽ ഇതാ ദി കാശ്മീർ ഫയൽസ് കാണുമ്പോൾ അവർക്ക് ദഹനക്കേട്. സമൂഹത്തിൽ ഏതെങ്കിലും വിധത്തിൽ അസ്വസ്ഥത ഉണ്ടാകുന്നതിൽ ക്രൈസ്തവർക്ക് താല്പര്യമില്ല. പക്ഷേ ഇത് നിർബന്ധമായും ലോകം കാണേണ്ട സിനിമയും സത്യവുമെന്ന് സിനിമ കണ്ടവർ പറയുന്നു. ഉത്തരവാദപ്പെട്ട ക്രൈസ്തവർ തന്നെയും കാശ്മീരിൽ ഖിലാഫത്ത് സ്ഥാപിക്കാൻ ശ്രമിച്ചവരുടെ മോഹങ്ങൾ കേരളത്തിലും സജീവമാണെന്നതിന് വേണ്ടത്ര സൂചനയും മുന്നറിയിപ്പും ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതറിയാത്തവർ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ മാത്രം. ജനങ്ങൾക്ക് സത്യമറിയാം. പാമ്പിന്റെ വായിലായിട്ടും അപകടമറിയാത്ത തവളകളെ ദുരന്തമെന്നല്ല മാരണമെന്നാണ് വിളിക്കേണ്ടത്. കാലം ചക്രം തിരിച്ചു വെച്ചാലും മനസ്സിലായില്ലേ എന്ന് ഭാവിക്കുന്നവരെയും. അടവ് നയത്തിലൂടെ മതരാഷ്ട്രീയ ലക്ഷ്യം ഇസ്ലാമിക രാഷ്ട്രങ്ങൾ അത് സാധിച്ചെടുത്തു. ലോകം യുദ്ധത്തിന്റെ പിന്നാലെ പോയപ്പോൾ
അമേരിക്കയുടെ സഹായ പണം കിട്ടാതെ പണ്ടേ നാടുവളഞ്ഞ ഐക്യരാഷ്ട്ര സംഘടനയെ കൊണ്ട് പ്രമേയം അംഗീകരിപ്പിച്ചു. ആഗോള ഇസ്ലാം പേടിക്കെതിരെ ഒരു ദിനം മാർച്ച് 15 ആചരിക്കണമെന്ന്. ഈ പ്രമേയം പൊതുസഭയുടെ മേശയിലേക്ക് ഉന്തിവെച്ച രാഷ്ട്രങ്ങളുടെ മുൻനിരയിലുണ്ട് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും, പിന്തുണയ്ക്കാൻ ചൈനയും. ഒറ്റ ഇസ്ലാമിനെയും മിച്ചം വെക്കാത്ത ചൈന ഈ കോമ്പിനേഷൻ മാത്രം മതി മറ്റുള്ളവർക്ക് ചിന്തിക്കാൻ. ഭൂഗോളത്തിലെ ഇസ്ലാമിക രാഷ്ട്രങ്ങളെല്ലാം ചേർന്ന് ഇങ്ങനെയൊരു പ്രമേയം ലോകരാഷ്ട്ര സംഘടനയെ കൊണ്ട് അംഗീകരിപ്പിച്ചെടുത്തത്. എന്തുകൊണ്ട് ഈ പ്രമേയവും തീരുമാനവും അവർക്ക് വേണ്ടി വന്നു? എന്തുകൊണ്ട് ഇസ്ലാമോഫോബിയ എന്നൊരു വാക്കു തന്നെ അവർക്കോ അവർക്കായി ചിന്തിച്ചവർക്കോ ഉണ്ടാക്കേണ്ടി വന്നു? ഫോബിയ എന്നാൽ അമിതമോ അനാരോഗ്യകരമോ യുക്തിരഹിതമോ ഒക്കെ ആയ ഭയം. ചിലർക്ക്, പ്രത്യേകിച്ച് പേവിഷം ബാധിച്ചവർക്ക് ജലപ്പേടി, ഹൈഡ്രോഫോബിയ. മറ്റു ചിലർക്ക് ഉയരപ്പേടി, അക്രോഫോബിയ. വേറെ ചിലർക്ക് ചെകുത്താൻ പേടി, ഡെമണോഫോബിയ. ഇനി ചിലർക്ക് പൂപ്പേടി, അന്തോഫോബിയ. ഇങ്ങനെ നിരവധി പേടികൾ. ഇത് സാധാരണ ജീവരക്ഷയ്ക്കുള്ള പേടിയല്ല, അതിരു കടന്ന ഭയം. ലോകത്തിലെ മറ്റു സമൂഹങ്ങൾക്കെല്ലാം ഇസ്ലാമിക സമൂഹങ്ങളോട് ഇത്തരത്തിൽ അനാവശ്യവും അതിര് കടന്നതുമായ ഭയം, ഭയാതുരത്വമാണെന്നാണ് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ സ്ഥാപിച്ചെടുത്തത്. അതിനെതിരെ ഒരു ദിനം തന്നെ ആചരിക്കണമെന്ന് മറ്റുള്ളവരെ കൊണ്ട് ഗൂഢമായി അംഗീകരിപ്പിക്കുകയും ചെയ്തു. സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് ഇസ്ലാമിക സമൂഹങ്ങളും ഇസ്ലാമിക ഭീകരരും ചേർന്ന് മറ്റുള്ളവരിൽ ഭയമുണ്ടാക്കിയിട്ട് ഭയപ്പെടുന്നവരെ കുറ്റപ്പെടുത്തുന്ന ഏർപ്പാട്. ഇത് മാനുഷികമായ കൗശലമല്ല, ദൈവികവുമല്ല. പിന്നെ എന്ത് എന്ന് തിരിച്ചറിയേണ്ടത് വിഡ്ഢികളാക്കപ്പെട്ട സമൂഹമാണ്. ഏത് രാജ്യത്തായാലും ഇസ്ലാമികവാദികൾ ജനസംഖ്യയുടെ പകുതിയിൽ വളരെ താഴെയായിരിക്കുവോളം മാത്രമേ ജനാധിപത്യത്തിന് ആയുസ്സുള്ളൂ. ഹൈന്ദവർ ജനസംഖ്യയിൽ ഭൂരിപക്ഷമായാലും ക്രൈസ്തവർ ഭൂരിപക്ഷമായാലും ജനാധിപത്യം തുടരും, നിലനിൽക്കും. എന്നാൽ ഇസ്ലാമികർ ഭൂരിപക്ഷമായാൽ പിന്നെ കാണുക ജനാധിപത്യമല്ല, ഇസ്ലാമിക വാഴ്ച മാത്രം. മതനിയമം വാഴുന്ന രാജ്യം. ഇതര മതസമുദായ അംഗങ്ങളുടെ ഭാവിയും സ്വാതന്ത്ര്യവും അവിടെ കൂമ്പടയും. ഖുറാനെയോ പ്രവാചകനെയോ നിന്ദിച്ചു എന്ന് പൈശൂന്യത്തിന്റെ പേരിൽ ഒരു അയൽക്കാരി പറഞ്ഞു പോയാൽ ഏത് അമുസ്ലിമും, അതൊരു പെൺകുട്ടി ആയാൽ പോലും, ദിനവും ആരാച്ചാരുടെ വാൾത്തലയോ തൂക്കുകയറോ ദുസ്വപ്നം കാണേണ്ടി വരും. സർവ കോടതികളും വധശിക്ഷ വിധിച്ച് ഒടുവിൽ അന്തിമ കോടതിയിൽ ഭാഗ്യം തെളിഞ്ഞാൽ മാത്രം കഴുത്തു രക്ഷപ്പെടുന്ന അവസ്ഥ. ഇതിലേക്ക് അമുസ്ലിങ്ങളെ തള്ളിവിടുന്ന ഇസ്ലാമിക നിയമങ്ങളെയും അവ അവലംബിക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങളെയും ഭയപ്പെടുന്നത് ഫോബിയ ആണോ? ഏതു നാടിനെയും ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാൻ തക്കം പാർക്കുന്ന മതാധിപത്യ മുസ്ലിം ഭൂരിപക്ഷ പ്രവണതയെ ഇതര സമൂഹങ്ങൾ പേടിക്കുന്നത് ഫോബിയ ആണോ? അത് അയഥാർത്ഥ ഭയമല്ല, കാരണമില്ലാത്തതല്ല, വിദ്വേഷപരവുമല്ല. ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് പണവും പലതും നൽകി തീവ്രവാദം മറ്റിടങ്ങളിലേക്ക് കയറ്റുമതി ചെയ്ത് ആ നാടുകളെ കുരുതിക്കളമാക്കി മാറ്റുന്ന മതഭീകരതയെ പേടിക്കുന്നത് ഫോബിയയോ വിദ്വേഷമോ ആണോ? മതവെറിയുടെ പേരിലും മതം പഠിപ്പിച്ച സ്വർഗം മോഹിച്ചു മാത്രം ചാവേറാകാനും കുരുതി നടത്താനും മടിക്കാത്തവരുടെ സമൂഹത്തെ പേടിക്കുന്നതും ഭയാതുരത ആണോ? അജ്മൽ കസബുമാരെ തോക്കും കൊടുത്ത് കയറ്റിവിടുന്നവരെ, കാശ്മീരി പണ്ഡിറ്റുകളെയും ആഫ്രിക്കയിലെ ക്രൈസ്തവരെയും കൂട്ടക്കല ചെയ്യുന്നവരെ, ശ്രീലങ്കയിലും മറ്റും ചെയ്തതുപോലെ പള്ളികളിലും പൊതുസ്ഥലങ്ങളിലും ക്രൈസ്തവരെ കൊന്നു വീഴ്ത്തുന്ന ഇസ്ലാമിക ഭീകരരെ ഭയക്കുന്നത് ഫോബിയ ആണോ, വിദ്വേഷമാണോ? ഇസ്ലാമോഫോബിയ വിരുദ്ധ ദിനം എന്ന കുപ്രചരണ പദം തന്നെ ഐക്യരാഷ്ട്രസഭയെ കൊണ്ട് അംഗീകരിപ്പിച്ചത് നിൽക്കട്ടെ, അതിനെ ഇസ്ലാമിനോടുള്ള വിദ്വേഷത്തിനെതിരായ ദിനം എന്നാക്കി മാറ്റിക്കഴിഞ്ഞു മലയാളത്തിലെ ഇസ്ലാമികവാദി സമൂഹ മാധ്യമങ്ങൾ. ഭാഷയ്ക്ക് മേലുള്ള ഇസ്ലാമിക കുതന്ത്ര പ്രയോഗം, സ്വയം വെള്ള പൂശുന്ന പാരമ്പര്യം. ഇനി ആ പ്രയോഗം ഏറ്റുപിടിച്ച് മലയാളത്തിലെ മുൻനിര അച്ചടി ചാനൽ ഭവനം എന്നെത്തുമെന്നാണ് അറിയാനുള്ളത്. ഇസ്ലാമിനെതിരായ അതിക്രമങ്ങളെ മാത്രം അപലപിച്ച് ഇത്തരമൊരു ദിനം ആചരിക്കുന്നതിൻ്റെ പിശകിനെ ഇന്ത്യ ശക്തമായി എതിർത്തത് എടുത്തു പറയണം. എങ്കിലും ഒന്ന് ഓർമ്മിക്കാം,
ഇസ്ലാമിക ഭയപ്പെടുത്തലുകാർ അവരുടെ പണി നിർത്തില്ല. അവരെ പേടിക്കുന്നവർ ആ പേടി ഉപേക്ഷിച്ചു കൊള്ളണം. ഇതാണ് ഐക്യരാഷ്ട്ര സംഘടനയെ കൊണ്ട് ഇസ്ലാമിക സൂത്രധാരർ പറയിച്ചിരിക്കുന്നത്. UN-ൽ ഇത് സംഭവിച്ചെങ്കിൽ യൂറോപ്പും അമേരിക്കയും സ്വയം കുറ്റപ്പെടുത്തട്ടെ. ഭൗതികവാദത്തിനു വേണ്ടി ക്രൈസ്തവ വിശ്വാസം തള്ളിപ്പറഞ്ഞ രാഷ്ട്ര സമൂഹങ്ങൾക്ക് മതരാക്ഷസീയതയുടെ ഇരയാകേണ്ടി വരുമെന്നതിൽ തർക്കമില്ല. കാരണം ഭൗതിക പുരോഗതിയുടെ പേരിൽ വിശ്വാസവും ധാർമ്മിക നിഷ്ഠകളും അവഗണിച്ചാലും അവയ്ക്ക് എത്രയേറിയാലും ജനാധിപത്യത്തിന്റെ മതനിരപേക്ഷതയുടെ അതിവിശാലതയിലേക്കേ പോകാൻ കഴിയൂ. ആ സാഹചര്യം മുതലെടുത്താണ് മതഭീകരത ചുവടുവെക്കുന്നത്. സ്വന്തം ചുവടുറയ്ക്കുവോളം മതഭീകരത ജനാധിപത്യവും മതനിരപേക്ഷതയും ആസ്വദിക്കും. വിശ്വാസം ഉപേക്ഷിച്ച് തങ്ങൾ ആശ്ലേഷിച്ച അതിസ്വാതന്ത്ര്യത്തിന്റെ വാതായനത്തിലൂടെ കടന്നു കയറിയ ഈ മതഭീകരത തങ്ങളെ ഇരകളാക്കുന്നത് രാഷ്ട്ര നേതൃത്വം തിരിച്ചറിയുമ്പോൾ വൈകിയിരിക്കും. ഫ്രാൻസ് രുചിച്ചത് തന്നെ അമേരിക്കയും രുചിച്ചു തുടങ്ങുകയാണ്. ഇതുവരെ കാത്ത ക്രൈസ്തവ വിശ്വാസത്തെ മെറ്റീരിയലിസത്തിനും നിയന്ത്രണമില്ലാത്ത മുതലാളിത്തത്തിനും വേണ്ടി തള്ളി മാറ്റിയവരും യാഥാർത്ഥ്യം മറക്കുന്ന രാഷ്ട്രീയ നേതൃത്വവും മതഭീകരതയുടെ ഇരകളാകുന്ന നാൾ എത്ര അകലെന്ന ചോദ്യം അവഗണിച്ചു തള്ളേണ്ട. അവർക്ക് മാത്രമല്ല, സ്വന്തം ഇഷ്ടങ്ങൾക്കും ഭാവങ്ങൾക്കും വേണ്ടി തിരുസഭയെയും വിശ്വാസത്തെയും തള്ളി പറയുന്ന ഇവിടുത്തെ ക്രൈസ്തവ നാമധാരികൾക്കും സമൂഹത്തിനും ഇത് പാഠമാണ്. തള്ളി മാറ്റപ്പെടുന്ന യേശു ക്രിസ്തുവിനും തിരുവചനത്തിനു പകരം ഏതു ഭീകരവചനമാണ് തങ്ങളെ പിടികൂടാനിരിക്കുന്നതെന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. ജൂലിയസ് സീസറിന് മാരകമായി ഭവിച്ച മാർച്ചിന്റെ ഐഡ്സ് അഥവാ മാർച്ച് 15 എന്ന ദിനം ഐക്യരാഷ്ട്ര സംഘടനയുടെ മതനിരപേക്ഷതയ്ക്ക് കൂടി മാരകമാകുകയാണോ? കാത്തിരുന്ന് കാണണം. കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.